പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് മറന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്ന് നോക്കുക. അല്ലാഹു തആലക്ക് വേണ്ടി പറഞ്ഞ് ഞാൻ ഇഅ്തികാഫിൽ ഇരിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് വന്നു പോയ എല്ലാ പാപങ്ങളും കൊണ്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊണ്ടുവന്ന അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് മറഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അവരെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടും മറ്റു സ്വാലിഹീങ്ങളോടും കുടുംബസമേതം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. പ്രിയമുള്ളവരെ, വളരെ പുണ്യമാക്കപ്പെട്ട മുബാറക്കായ ഒരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു ഒരുമിച്ച് കൂടൽ മാത്രം മതിയാകും നമുക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നരകം എന്താവൂല, സ്പർശിക്കൂല എന്നുള്ളതാണ്. അയാളെ പിന്നെ നരകം സ്പർശിക്കൂല. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെ പിന്നെ കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് ജീവിക്കൂലെ, അങ്ങനെ വിചാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ അങ്ങേയറ്റം സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നരകക്കാര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അയാളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേക പ്രൊട്ടക്ഷൻ ആ മഹബ്ബത്തിന്റെ മതിയാകുന്നതാണ്. പിന്നെ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകൂല. അതായത് ഒരു നരകക്കാരൻ ചെയ്യുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവന്റെ മനസ്സവനെ സമ്മതിക്കൂല എന്നർത്ഥം. ഇനി അഥവാ മനുഷ്യന്മാരാണ് തെറ്റുകുറ്റങ്ങൾ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അത് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്ത് ആ പാപത്തിൽ നിന്ന് മുക്തമാവാനുള്ള അവസരം നമുക്ക് അല്ലാഹു തആല തരുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ഹദീസ് ഓതി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുള്ള മഹബ്ബത്ത് കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ ജസദിനെ, അവന്റെ ശരീരത്തെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. നമ്മളിപ്പോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്താണത്? അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ആളുകൾ, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, അവർക്കൊക്കെ അവരുടേതായ രീതിയിലുള്ള ഓണം, അതല്ലെങ്കിൽ ക്രിസ്തുമസ്, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. പക്ഷെ നമ്മൾ ഇതിനെ വെറും ഒരു ആഘോഷമായിട്ട് കാണരുത്. ഇന്ന് നമ്മള് ക്രിസ്ത്യാനികളാവട്ടെ, അതുപോലെ തന്നെ ഹിന്ദുക്കളാവട്ടെ, ഇവരുടെയൊക്കെ ആഘോഷങ്ങളിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മുടെ യുവ സുഹൃത്തുക്കള്, അതുപോലെ തന്നെ നമ്മുടെ താത്തമാര്, പെണ്ണുകൾ സെറ്റ് സാരിയും അതുപോലെ തന്നെ പട്ടുപാവാടയും ഒക്കെ കൊടുത്ത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അതൊരു ഹിന്ദുവാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ ഇട്ടുകൊണ്ട് അവരുടെ ഈ ആഘോഷത്തിന് നമ്മൾ വെറും ആഘോഷം എന്ന് മാത്രം പറയരുത്. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത്. ഇവരുടെ ഈ ഓണത്തിന്റെ തുടക്കം 1 മുതൽ, അഥവാ അത്തം എന്നാണ് അവർ പറയുന്നത്, അത് മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ, പിന്നീടുള്ള 2 തുടർന്നുള്ള 2 ദിവസങ്ങളൊക്കെ നമ്മളൊരു ആഘോഷമായിട്ട് മാത്രം പറയരുത്. അത് ശരിക്കും അത് ഹിന്ദു പുരോഹിതന്മാരോട്, ഹിന്ദു മോനിയക്കന്മാരെ, അങ്ങനെ പറയുന്നത് ഹിന്ദുക്കളുടെ പണ്ഡിതന്മാർ, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒരു ഐതിഹ്യമാണ്. അതായത് ഇവിടെ മഹാബലി എന്ന പേരിലൊരു അസുര രാജാവ് ഭരണം നടത്തിയിരുന്നു. ഈ രാമായണം, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഇതുപോലെ മഹാഭാരതം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുത്ത് നമുക്ക് മനസ്സിലാവും. ഇവരുടെ ഓരോരോ ചരിത്രങ്ങളും കഥകളൊക്കെ അതില് പറഞ്ഞിട്ടുണ്ട്. അസുരന്മാരും ദേവന്മാരും ദേവലോകം സ്വർഗലോകം ഭരിക്കുന്നവരാണ്. ഇന്ദ്രൻ എന്നൊരു രാജാവിന്റെ കീഴിൽ അത് ഭരിക്കുന്നവരാണ്. അവരുടെ ശത്രുക്കളാണ് ഈ ഭൂമി ലോകത്തുണ്ടായിരുന്ന അസുരന്മാർ. ഈ അസുരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല ഒരു രാജാവായിരുന്നു അത്രേ മഹാബലി. ഈ മഹാബലി ഇവിടെ ഭരണം നടത്തുമ്പോൾ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും, അതായത് സ്വർഗത്തിന് തുല്യം. പിന്നെ ഇതിനപ്പോ സ്വർഗത്തിന്റെ ആവശ്യം? ഇന്ദ്രൻ ഭരിക്കുന്ന സ്വർഗലോകത്തിനെത്തിന ഇവിടെ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഭരണം നടത്തുക. അപ്പൊ ഇതിനെ അസൂയ പൂണ്ട അവർക്ക് ഒരുപാട് ഇലാഹുകളുണ്ടല്ലോ, ഒരുപാട് ദൈവങ്ങളുണ്ട്. അവരുടെ ദൈവത്തിൽ പെട്ട ഒരു ദൈവമാണ് ദേവന്മാരുടെ ലോകത്തുണ്ടായിരുന്ന മഹാവിഷ്ണു എന്ന് പേരുള്ള അവരുടെ ദൈവം. ഈ മഹാവിഷ്ണു ഇതിന് അസൂയ കൊണ്ടിട്ട് ഒരു വേഷപ്രച്ഛന്നനായിട്ട് ഒരു വാമനന്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും, എന്നിട്ട് ഈ ചവിട്ടിത്താഴ്ത്തിയ സമയത്ത്
സമയത്ത് ഈ മഹാവിഷ്ണുവിനോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, എനിക്ക് വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ എനിക്കൊന്ന് സന്ദർശിച്ചുകൂടെ, അതിന് സമ്മതം തരണം. ആയിക്കോട്ടെ, അതിന് വർഷത്തിലൊരിക്കൽ നിനക്ക് വരം കൊടുത്തു. അങ്ങനെയാണ് ഈ ഓരോ വർഷത്തിലും അവർ ഈ ഓണനാളുകൾ, ഓണത്തിന് എല്ലാവരുടെയും മലയാളികളുടെ എല്ലാവരുടെയും ആഘോഷമാണെന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ വരെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ നമ്മുടെ ചെറിയ മക്കളൊക്കെ പഠിച്ചു വരുന്നത് ഇത് മലയാളികളുടെ ആഘോഷമാണ്, മലയാളികളുടെ ആഘോഷമാണെന്നാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പോ ആ മഹാബലിയുടെ സന്ദർശിക്കുന്നുവെന്നും ആ സന്ദർശിക്കുന്ന സമയത്ത് എങ്ങനെ വേണം ഇവരുടെ വിശ്വാസപ്രകാരം, അന്ന് മഹാബലിയുടെ ഭരണം നടത്തുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ജനങ്ങളൊക്കെ ഒന്നുപോലെ എന്നാണ് പറയുന്നത്, ഒരുപോലെ എല്ലാവരും ഒരുപോലെ ഐക്യത്തിലാണ്, സന്തോഷത്തിലാണ്, കളിച്ച് തിമർത്ത് ആടിപ്പാടി ഓണക്കളികളും മറ്റും കൂടെ കളിക്കണ്ടല്ലോ, അതതിനു വേണ്ടിയാണ്. അപ്പൊ അയാൾ ഇവിടെ വരും. ആ വരുന്ന സമയത്ത് അയാൾ കാണുമ്പോ എന്റെ പ്രജകൾ പണ്ടത്തെ പോലെ തന്നെയാണ്, ഇപ്പോഴും അവർ വളരെ സന്തോഷത്തിലാണ്, സ്വർഗതുല്യമായ ജീവിതമാണ് ഇവിടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ നടത്തുന്ന. അതുപോലെ ഈ പെണ്ണുങ്ങളൊക്കെ പട്ടുപാവാടങ്ങളും പട്ടുസാരികളും എടുത്ത് വളരെ തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടെ ആഹ്ലാദിക്കണം, ഇവിടെ കളിച്ച് തിമർക്കണം. ഈ കളിച്ച് തിമർക്കുന്നത് ഈ മഹാബലിയുടെ കണ്ട് സന്തോഷിക്കണം, ഇതാണ് ഇവരുടെ വിശ്വാസം. അതിന് നമ്മളും എന്ത് പരിപാടിയത് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു കാര്യം ഒരു ടീച്ചർ തന്റെ മുസ്ലിം കുട്ടികളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുത്തതിന്റെ പേരിലാണ് എന്തൊക്കെ നടന്നത്. അത് ആലോചിച്ച് നോക്കാം. അതിന് തന്നെ മുസ്ലിം വിരുദ്ധത അവിടെ വെച്ച് പുലർത്തുന്ന പാർട്ടിക്കാരും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ സംഘപരിവാർ, അതുപോലെ തന്നെ യുക്തിവാദികളായിട്ട് ഒരുപാട് പാർട്ടിക്കാരും വല്ലാത്ത റെക്കോർഡുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആ ടീച്ചർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള വലിയ വകുപ്പ് ശരിക്കുണ്ടോ? ഇല്ല. പക്ഷെ എന്നിട്ടും ആ സ്കൂൾ കൂട്ടിക്കാനും സ്കൂളിലേക്ക് പ്രകടനങ്ങൾ നടത്താനും അതുപോലെ തന്നെ അത് ആരായാലും അവിടെ നമ്മൾ പാർട്ടി നോക്കണില്ല, മുസ്ലിം വിരുദ്ധതയാണ്. സംഘപരിവാറിന്റെ, അതായത് മുസ്ലിങ്ങളുടെ ശത്രുക്കളായിട്ട് നമ്മൾ കണക്കാക്കുന്ന RSS പോലത്തെ ആളുകൾ പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ ചില തൽപര കക്ഷികൾ ആ സ്കൂൾ കൂട്ടാനും അതുപോലെ തന്നെ ടീച്ചർമാർക്കെതിരായിട്ട് സമരം നടത്താനും സസ്പെൻഡ് ചെയ്യാനും ഇതിനൊക്കെ കൊടിയും പിടിച്ചിട്ട് മുന്നിൽ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പള്ളിയിലും അതുപോലെ തന്നെ മതം പഠിച്ച ആരായാലും തന്നെ സഹോദരന്മാരായ മുഅ്മിനീങ്ങളായ ആളുകളോട് ഉപദേശിക്കേണ്ട കാര്യമാണ്. അങ്ങനെയല്ലേ? നമ്മളൊരു തെറ്റുകുറ്റം കണ്ടു കഴിഞ്ഞാൽ, ഒരു തെറ്റുകുറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ അതിനോട് നമ്മൾ പ്രതികരിക്കണം നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? കൂട്ടത്തിൽ തന്നെ ഞാൻ പറയേണ്ട ഈ ഒരു കാര്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ ഓണം എന്നത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീച്ചർ ചെയ്യേണ്ടതാണെങ്കിൽ ഒരു പള്ളിയിലെ ഉസ്താദ് ചെയ്യേണ്ടതല്ല. നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിലും ഇത് പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂ. സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പൂക്കള മത്സരങ്ങളും അതുപോലെ തന്നെ ചട്ടിയടിച്ച് പൊട്ടിക്കലും അതുപോലെ തന്നെ മറ്റു ഓണക്കളികളും എന്താ പറയുക സുന്ദരിക്ക് പൊട്ടുകുത്തലും ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ നടത്തുന്നതിനൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഈ മഹാബലിയെ സന്ദർശിക്കുക, മഹാബലിയുടെ ആത്മാവ് ഇവിടെ ഇങ്ങോട്ട് നമുക്കങ്ങനെ വിശ്വാസമുണ്ട്, നമുക്കങ്ങനെ മഹാബലിയോട് ഉണ്ടായിരുന്നു. അതിനെ കുറ്റപ്പെടുത്തല്ല, അതിനെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ പരിഹസിക്കാനോ നമ്മൾ പോലും അത് ദീനിന്റെ ഭാഗമല്ല. അതൊരിക്കലും ഒരു മുമ്പിലേക്ക് യോജിച്ച കാര്യമല്ല. മറ്റുള്ള മതക്കാരെയും അവരുടെ വിശ്വാസത്തെയും അവരുടെ ആരാധന വസ്തുക്കളെയും മറ്റൊക്കെ കുറ്റം പറയുക, പരിഹസിക്കുന്നതല്ല, അത് നമുക്ക് ചേർന്നതല്ല ഒരിക്കലും. അത് നമ്മൾ കുറ്റപ്പെടുത്താനും പോണ്ട, അവരുടെ വിശ്വാസമാണ്. അത് അവരും ഉപദേശിക്കുന്നുണ്ടല്ലോ, അവരും ഉപദേശിക്കുന്ന അവരുടെ അമ്പലക്കുളത്തിൽ കുളിക്കാനോ മറ്റു മതക്കാർ കുളിച്ചു കഴിഞ്ഞാൽ അത് അശുദ്ധമാകും, പിന്നീട് അത് ശുദ്ധമാവുന്നുണ്ടെങ്കിൽ അവർ പുണ്യായം തെളിക്കലും അതുപോലെ തന്നെ പൂജകൾ നടത്തലൊക്കെ ചെയ്താലേ അതെന്താവുകയുള്ളൂ, ശുദ്ധമാവുകയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ടല്ലോ. എന്ന് വിചാരിച്ചിട്ട് വർഗീയത്തിൽ നടക്കാൻ പറ്റും. എന്താ ഞങ്ങൾക്ക് കുളിച്ചാൽ എന്താന്ന് പറയാൻ കൊണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും പറയുന്നുണ്ട് ഓണത്തിനെ കുറിച്ച് മറ്റൊക്കെ പറഞ്ഞ് അത് നമ്മുടെ ആഘോഷമല്ലാതെ ഒരിക്കലും പങ്കുചേരാൻ നമുക്ക് പറ്റൂല എന്ന് അവരും ഉപദേശിക്കുന്നുണ്ടല്ലോ. ആർക്കും ഉപദേശിക്കാം, മതം പഠിച്ച ആർക്കും ഉപദേശിക്കാം. പക്ഷെ അവരുടെ ഉപദേശിക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. സ്കൂളിൽ അതുപോലുള്ള ആഘോഷങ്ങളും മറ്റുണ്ടെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്തിനാണ് നമ്മൾ അതിൽ പങ്കെടുക്കുന്നത്? നമുക്ക് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമുക്കൊരു പക്ഷേ അതിൽ കളിയും ആഘോഷം പാട്ടും കളിയായിരിക്കും, പക്ഷേ അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക. ഇനി അതിനെ തുടർന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മൾ നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മൗലിദ് പാരായണം നടത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാളെ മറ്റന്നാൾ നമ്മുടെ മദ്രസയിൽ ഒരുപാട് കലാപരിപാടികൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പാരമ്പര്യമായി
പണ്ട് മുതലേ നമ്മളൊക്കെ ഇവരുമായിട്ട് സഹകരിക്കുന്നുണ്ടല്ലേ? ആഘോഷത്തിന് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ലല്ലോ. എങ്ങനെ? അത് ഒരിക്കലും നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾ ഓണത്തിന്റെ ഭക്ഷണം അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, കഴിക്കാം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് മുതലേ നമ്മൾ ചെയ്തു തരുന്നതാണ്. പക്ഷെ ഈ അടുത്തായിട്ട് നമ്മൾ വേഷം കെട്ടി അവരുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് ചേർന്നിട്ട് അവരുടെ ആ ആരാധനാ കാര്യത്തിന് പങ്കാവുക, അതൊരിക്കലും നമുക്ക് അനുവദനീയമല്ല. അതിപ്പോ ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ അവര് നമ്മളോട് സഹകരിക്കേണ്ട ഒരു രീതി നമുക്കുണ്ട്. അത് നമുക്കൊക്കെ അറിയണം. നമ്മുടെ ഉപ്പമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ രീതി അത് തന്നെ അതേപോലെ നമ്മൾ ഇന്നും നമ്മൾ തുടരണം. ഒരിക്കലും അതിൽ നിന്ന് പാടെ വിട്ടുനിന്ന് അവരോട് ഒരു സഹകരണമില്ലാത്ത രീതിയിൽ ആവണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഒരു 10-15 കൊല്ലത്തോളായിട്ടുള്ള ഓരോ വർഷം കഴിയുന്നതോറും ഇങ്ങനെ അവരിലേക്ക് നമ്മൾ ഇങ്ങനെ ഇഴുകിച്ചേർന്നുകൊണ്ടിരിക്കും. ഒരു കൗമിനോട് നമ്മൾ സാദൃശ്യപ്പെട്ടാൽ നമ്മൾ അവരിൽ പെട്ടവരാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കോപ്രായങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വലിയ വലിയ കുട്ടികൾക്ക് സ്കൗട്ട് കളിക്കുക. ഈ സ്കൗട്ട് തെറ്റണമെന്നല്ല. സ്കൗട്ട് കളിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിരോധിച്ചതായ ചില കാര്യങ്ങൾ വെച്ച് വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ ഉടനീളം ചെയ്യുക എന്നത് തന്നെ തെറ്റാണ്. എന്നാൽ നബിദിനവുമായി അവിടുത്തെ ജന്മദിനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ഇരട്ടി കുറ്റമാണ്. ശക്തമായ പരീക്ഷണം അല്ലാഹു തആലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാം. ഉദാഹരണമായിട്ട് ഈ പറയപ്പെട്ട ചെറുപ്പക്കാർ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് പ്രത്യേകമായി നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ് തലയിൽ കുറെ സ്ഥലത്ത് മുടി നിർത്തുക, കുറെ സ്ഥലത്ത് വടിക്കുക, കുറെ സ്ഥലത്ത് മുടി ഒഴിവാക്കുക, മറ്റു കുറെ സ്ഥലത്ത് മുടി നിർത്തുക. ഇതിന് നമ്മൾ വ്യക്തമായ ഹദീസിൽ വിരോധിച്ച സംഗതിയാണ്. എന്നിട്ട് എല്ലാ കുട്ടികളും ഒരേപോലെ ഡിസൈൻ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ ഒപ്പം വെട്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ സ്കൗട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട കളി ആലോചിച്ചോ. അതുപോലെ തന്നെ DJ മ്യൂസിക് വെച്ചിട്ടാണ് അതിന്റെ കൂടെ തുള്ളിച്ചാടി കളിച്ച് പോകുന്നൊരവസ്ഥ. ഇതൊക്കെ നമ്മളിപ്പൊന്ന് കാണുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രായപൂർത്തിയായ അല്ലെങ്കിൽ മുതിർന്നതായ പെൺകുട്ടികളെ നമ്മുടെ മദ്രസകളിലൊക്കെ ആൺകുട്ടികളാണ് കലാപരിപാടികൾ സ്റ്റേജിൽ പങ്കെടുക്കുന്നത്. മുതിർന്ന പെൺകുട്ടികൾ ചെയ്യേണ്ട എന്നല്ല, അവർ മാത്രമുള്ള സ്ഥാപനങ്ങളിലോ ക്യാമ്പസിലോ അവർ നടത്തിക്കോട്ടെ. അങ്ങനെയല്ല, ഇത് ആണും പെണ്ണും മിക്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്റ്റേജിലൊക്കെ കയറിയിട്ട് പാട്ട് പാടുക, പ്രസംഗിക്കുക, അതൊക്കെ വലിയ പെൺകുട്ടികൾ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ മുമ്പ് ദഫ് കളിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ വലിയ കാക്കമാരും അതുപോലെ തന്നെ വലിയ വലിയ യുവാക്കൾ താടികളുള്ള ആളുകൾ ദഫ് കളിക്കും. ഒരു ഡാൻസ് പോലത്തെ കളിയല്ലേ. ആ ദഫ് ഒന്ന് കയ്യിൽ നിന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താ ഒരു ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്. അപ്പൊ നമ്മൾ അതൊക്കെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക. അതല്ലാതെ പ്രായം ചെന്ന ആളുകളും വലിയ വലിയ താടിയുള്ള യുവാക്കളൊക്കെ ഇപ്പൊ പുതിയ ദഫ്, അതും എങ്ങനെ മ്യൂസിക്കുള്ള പാട്ട് വെക്കും. മ്യൂസിക് വിരോധിച്ചതല്ലേ. ഈ മ്യൂസിക്കുള്ള പാട്ടിട്ട് നമ്മൾ അല്ലാത്ത സമയത്ത് നമുക്ക് കേൾക്കാനോ അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ പാടില്ല. എന്നിട്ട് ഈ നബിദിനത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ നിന്ന് വല്ല ഒരുത്തനും വെറുക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദീനിൽ അല്ലാഹുവും അവന്റെ റസൂലും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം കണ്ടാൽ അവന്റെ കൈ കൊണ്ട് അവൻ അതിനെ തടയട്ടെ. ഇത് കൈ കൊണ്ട് തടയാൻ പോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ പ്രശ്നമായി മാറും. അപ്പൊ അങ്ങനെ കഴിയാത്തൊരവസ്ഥ വന്നാൽ നാവ് കൊണ്ട് പറയട്ടെ, ഞാനിപ്പോ ചെയ്യുന്നത് പോലെ പറയാം. ഒരു പക്ഷെ ഞാൻ ഈ പറയുന്നത് പോലെ പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർ വോയിസിൽ അത് വളരെ രഹസ്യമായിട്ടാ, പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിന് പറഞ്ഞതിന് യാതൊരു വർഗീയതയുമില്ല. ഒരു വോയിസിൽ രക്ഷിതാക്കളോട് പറഞ്ഞു, ഇത് ഹിന്ദുക്കളുടെ ആഘോഷമാണ്, അതിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് ഒരു ഉപദേശം കൊടുത്തു. നാവ് കൊണ്ട് അതിനും കഴിയില്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അവൻ വെറുത്തു പോട്ടെ. അതാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്നവൻ, ഏറ്റവും അമാഫായിട്ടുള്ള ബലഹീനമായിട്ടുള്ളത്, ഏറ്റവും ലോലമായിട്ടുള്ളത്. അതിനും കഴിഞ്ഞിട്ട് നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? നമ്മുടെ മക്കളെയെങ്കിലും നമുക്ക് അതിൽ പിന്തിരിപ്പിച്ചൂടെ? ഇത്തരം കോപ്രായങ്ങളിൽ നബിദിനവുമായി ബന്ധപ്പെട്ട കോപ്രായങ്ങളിൽ നിന്നും ഓണാഘോഷം, അതുപോലെ തന്നെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഇതിനൊക്കെ നമുക്ക് നമ്മുടെ മക്കളെങ്കിലും പിന്തിരിപ്പിച്ചൂടെ? എന്നാൽ എന്താണ് അവിടെ ഈ അവാഫുൽ ഈമാൻ എന്ന് പറയാൻ കാരണം? പണ്ഡിതന്മാർ പറയുന്നത് കാരണം അത് ഒരു വെറുക്കപ്പെടുന്ന ഒരു കാര്യം ഒരാൾ കണ്ടു, ദീനിൽ അറിയപ്പെട്ടതായ വെറുക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടു, കൊണ്ട് അറിയപ്പെടാൻ എല്ലാവർക്കും അറിയാം, അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവന്റെ കണ്ടു, അതിനവൻ തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ അതിനെ വെറുത്തതുമില്ല. സഹോദരന്മാരെ ശ്രദ്ധിക്കുക, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ.
നമ്മളത് തടയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളത് വെറുക്കണില്ല. അങ്ങനെ ചെയ്തിട്ട് നമ്മളത് വെറുത്തതുമില്ല. ഇനി അടുത്തതൊന്നുകൂടി കടന്നതാണ്. ചെയ്തില്ലാന്ന് മാത്രമല്ല, അത് തൃപ്തിപ്പെടുകയും ചെയ്തു. ഓണാഘോഷം നടക്കുന്ന സമയത്ത്, സ്കൂളിൽ തുള്ളിച്ചാട്ടം നടക്കുന്ന സമയത്ത് അത് കളിച്ചോട്ടെ, സാരല്ല എന്ന രീതിയിൽ തൃപ്തിപ്പെട്ടു. മാത്രമല്ല, അതിന് നല്ലതായിട്ട് അവൻ കരുതുകയും ചെയ്തു, നല്ലതാക്കി കാണിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അത് കളിച്ചോട്ടെ, നല്ല രസമല്ലേ കാണാൻ എന്ന രീതിയിൽ അതൊരു ഭംഗിയാണ്, അതൊരു നല്ലതാണ് എന്ന് വെച്ചാൽ അവൻ അപ്പൊ ഒരു തെറ്റ് കണ്ടിട്ട് നമ്മളത് മനസ്സുകൊണ്ട് പോലും അത് ആളുകളെ വിരോധിക്കുകയോ വെറുക്കുകയോ അതല്ലെങ്കിൽ അതിന് തൃപ്തിപ്പെടാതിരിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാതിരുന്നാൽ നമ്മള് കാഫിറാണ്. ആലോചിച്ചു, ഇതിലേറെ വലിയ ഗൗരവമുള്ള കാര്യം എന്താണ് മനസ്സിലാക്കണം. അപ്പോ ഈ മൗലിദുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഉപദേശം എനിക്ക് തരാനുള്ളത് ഇതാണ്. നമ്മുടെ മക്കളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ അതെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ഈ രീതിയിൽ ഇനി കൈകൊണ്ടില്ലെങ്കിൽ നാവ് കൊണ്ടില്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിലും, പക്ഷെ നമ്മുടെ മക്കളെ നമ്മുടെ കൈ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മൾ തടയണം. അത് തടയാതിരുന്നാൽ നമ്മൾ അടുത്ത പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാവേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അശ്റത്ത ബൈത്തും കൂടെ ചൊല്ലിയിട്ട് യാസീൻ ദുആ ചെയ്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.